ഹായ് കൂട്ടുകാരെ, ദില്ലി മേ ഉനീത് NLSL ലാസ്റ്റ് ഭാഗമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ SLC കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓട്ടോ ബഡി മുഷിക്കൽ സവാരി. ഈ ഓട്ടോ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സവാരിയാണെന്ന്. അടുത്ത സെൻറ്റൻസ് സാരാ വക്ത് ഗഡ് ഗഡ് കർത്തി എല്ലായ്പ്പോഴും കടകടാന്നിങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജവാൻ ഡ്രൈവറും കേലിയെ തൊട്ടിക്ക് കടകട എന്നുള്ള ശബ്ദം യുവാക്കളായ ഡ്രൈവർമാർക്ക് നല്ലതാണെന്ന്. മേരെ ജയ്സെ കേലിയെ നെഹന്നെ പോലുള്ളവർക്ക് അത് ശരിയാവില്ല എന്ന്. ആപ്കോ പതാ ഹെ താങ്കൾക്കറിയോ. ഓട്ടോ ചലാത്തെ ഹുയെ കോയി മർ ഭി സക്താ ഹെ. ഓട്ടോ ഓടിച്ചു അവർ ഫിർ സബ് തരഫ് സെ ധുവാ. ഈ വീണ്ടും എല്ലാ തരത്തിലുള്ള ആ പുക ശ്വസിച്ചുകൊണ്ട് എത്ര പേർക്ക് മരിക്കാൻ കഴിയുമെന്ന് അറിയുമെന്ന്. മുझे तब अच्छा लगता है जब कोई ग्राहक किसी खुली तरफ जा रहा है. എനിക്ക് എപ്പോഴാണ് നല്ലതായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും യാത്രക്കാരൻ തുറന്ന സ്ഥലത്തേക്ക് ഓട്ടോ കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് നല്ലതായിട്ട് തോന്നണതെന്ന് പറയുകയാണ് ഈ ഓട്ടോക്കാരൻ. ആപ്പയ്ക്ക് യഹ് ഗാസി ക്യാ ദുയ്യയ്ക്ക് കാരണം. അപ്പോൾ ലേഖിക ചോദിക്കുകയാണ്, ഈ താങ്കളുടെ ഈ ചുമ ഈ ദുയ്യ ഈ പുക കാരണമാണോ എന്ന്. പതാ നഹി കിസ് കാരൻ. അത് അറിയില്ല ഏത് കാരണമാണെന്ന്. ഷായത് ഭഗവാൻ കി സജാ ഹോ. ഒരു പക്ഷേ ഭഗവാന്റെ ശിക്ഷയായിരിക്കുന്നു. മേം തോ ബസ് ഹി ജാൻതാ ഹെ കി. എനിക്കറിയില്ല. മേം ജബ് ദുയ്യേ മേ സാസ് ലേത്താ ഹോ. ഞാൻ എപ്പോഴും ഈ പുകയാണ് ശ്വസിക്കുന്നത് എങ്കിലും മേരാ ഭീതർ തക്ക് സിക്കുട് ജാത. എൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കാന്ന്. ഉമ്മർ ക്യാ ഹോഗി വാപ്പയ്ക്ക്. അപ്പം ലേഖിക ചോദിക്കുകയാണ്, താങ്കൾക്ക് വയസ്സ് എത്രയായിന്ന്. അപ്പം ക്യാ പത ഷായത് 50 സാൽ. എനിക്കറിയില്ല, ഒരു പക്ഷേ ഒരു 50 ആയിരിക്കുമെന്ന്. ബസ് ഇത്തന യാദ് ഹെ. എനിക്ക് ഇത്രയോ ഓർമ്മയുള്ളൂ. ഈ കീസൻ 62 മേം 5വീं പഠിത്ത. 62ാം വർഷത്തിൽ ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കണേന്ന്. അവർ സ്കൂൾ ജാന മെനെ 8 സാലിക്ക് ഉമ്ര മേ ശുരു കിയ. സ്കൂളിൽ പോകാൻ ആരംഭിച്ചത് 8ാം വയസ്സിലാണെന്ന്. അടുത്ത പാരഗ്രാഫ്. മേ ഹിസാബ് ലഗാത്തി ഹം. ഞാൻ കണക്ക് കൂട്ടി. മേരെ ഹിസാബ് സെ ഉസേ. അപ്പോൾ ഓദർ പറയുന്നതാണ് ഇവിടെ. മേ ഹിസാബ് ലഗത്തെ. എനിക്ക് തോന്നുന്നു, കണക്ക് കൂട്ടിയിട്ട് എനിക്ക് തോന്നുകയാണ്. മേരെ ഹിസാബ് സെ ഉസേ 40 കെ ഊപ്പർ നഹി ഹോന ചാഹത്തെ. അദ്ദേഹത്തിന് ഒരു 40 വയസ്സിന് മുകളിൽ തോന്നൂല എന്ന്. തബ് ക്യാ ഉസ്കി ദക്കാൻ കെ സബ് സാൽ ഉസ്മേ ജഡ് ഗയ ഹെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്ഷീണം കാരണമാണ് ഇദ്ദേഹത്തിന് എത്രത്തോളം വയസ്സ് തോന്നിക്കണേന്ന്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ആപ്പ് കേലിയെ ഏക അച്ഛാ ദിൻ ക്യാ ഹോത്ത. അപ്പോൾ ലേഖി ചോദിക്കുകയാണ്, താങ്കൾക്ക് ഏറ്റവും നല്ല ദിവസം ഏതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ പറയാണ്, അച്ഛാ ദിൻ കഹത്തെ ഹെ കി ഹി. നല്ല ദിവസം എന്ന് പറയുന്നത് മേരാ മുഹുമേ പാനി ബറാത്ത വർഷമേ ദൂലെ ഹോ പാത്തെ വീഗോങ്കി ഹവ. അതായത് വെള്ളം നിറഞ്ഞിരിക്കുന്നതും വർഷത്തിൽ ദൂലെ ഹരെ പച്ചപ്പ് നിറഞ്ഞ ഇലകളും ബീഗി ഹവ തണുപ്പുള്ള കാറ്റും അതഗീലി സടക്കെ പകുതി നനഞ്ഞ റോഡും സഭാഗ്യംസെ സാമനെ ഗൂം ജാത. എല്ലാം നമ്മുടെ കണ്ണുകളെ ചുറ്റിത്തിരിഞ്ഞിരിക്കുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കാം. മുझे नहीं मालूम. എനിക്കറിയില്ല. അച്ഛാ ദിൻ ക്യാ ഹോത്താ ഹെ. നല്ല ദിവസം ഏതാണെന്ന്. തോ വക്ത് ഹി റൊട്ടി മിൽ ജായേ ഗനീമത്ത് ഹെ. എനിക്ക് നല്ല ദിവസമായിട്ട് തോന്നുന്നത് 2 നേരം ഭക്ഷണം കിട്ടുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് ഡ്രൈവർ പറയാണ്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ലാസ്റ്റ് പാരഗ്രാഫാണ്. യഹ് മേര പഹല പാഠ. ഇത് എൻ്റെ ആദ്യത്തെ ഒരു പാഠമാണ്. ഹം ഏക് ഹി സഹർ മേ രഹത്തെ ഹുയേ തോ. നമ്മൾ 2 പേരും പട്ടണത്തിൽ താമസിക്കുന്നുവെങ്കിലും അലഗ് മൗസമേ രഹത്തെ. വേറെ കാലാവസ്ഥയിലാണെന്ന്. അന്യ അവർ ഭൂഗ് കെ മൗസം. ഞാനാണെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആ കാലാവസ്ഥയിലും ഭക്ഷണത്തിനും വിശപ്പിനും വേണ്ടിയുള്ള അവസ്ഥയിലും ഗർ ഔർ ബേക്കാരോ കെ മൗസമേം. അതായത് വീടുള്ളവനും ബേക്കാരി എന്ന് വെച്ചാൽ വീടില്ലാത്തവനുള്ള കാലാവസ്ഥയാണെന്ന് പറയാണ്.
ഹായ് കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ലെസൺ അടുത്ത വീഡിയോ വരുന്നതാണ്. ഹായ് കൂട്ടുകാരെ.